നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എടപ്പാൾ പോത്തന്നൂരിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയ വീട്ടമ്മയും രക്ഷപ്പെടുത്താൻ ശ്രമിച്ച സഹോദരിയും പൊള്ളലേറ്റ് മരിച്ചു. പോത്തന്നൂർ മാണിക്കപ്പാലം സ്വദേശികളായ 60 വയസ്സുള്ള ചേലത്ത് പറമ്പിൽ കല്യാണി, സഹോദരി 52 വയസ്സുള്ള തങ്കമണി എന്നിവരാണ് പൊള്ളലേറ്റ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ പോത്തന്നൂരിലെ വീട്ടിൽ വെച്ച് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയ ഇരുവരെയും നാട്ടുകാർ ചേർന്ന് എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതരമായി പൊള്ളലേറ്റതിനാൽ ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞ ഇരുവരും ഇന്ന് പുലർച്ചെയാണ് മരണത്തിന് കീഴടങ്ങിയത്. ഭർത്താവ് മരിച്ച കല്യാണി മാണിക്കപ്പാലത്തെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചു വന്നിരുന്നത്. ഇവർക്ക് മക്കളില്ല. കൂറ്റനാട് വാവന്നൂരിൽ താമസിച്ചിരുന്ന സഹോദരി തങ്കമണി മരുമകൾക്കൊപ്പം ഇന്നലെ വൈകിട്ടാണ് മാണിക്കപ്പാലത്തെ കല്യാണി താമസിച്ചിരുന്ന വീട്ടിലെത്തിയത്. വീട്ടിൽ വെച്ച് സഹോദരികളായ തങ്കമണിയും കല്യാണിയും തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനിടെ കല്യാണി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയെന്നാണ് വിവരം. സംഭവം കണ്ട് രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെയാണ് സഹോദരി തങ്കമണിക്ക് പൊള്ളലേറ്റത്. തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം പൊന്നാനി പോലീസ് ഇൻക്വസ്റ്റ് നടത്തും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. CCTV ന്യൂസ് തൃത്താല. തൃത്താലയിൽ സ്കൂൾ അധ്യാപിക ജീവനൊടുക്കി. പിന്നാലെ മകളും ആത്മഹത്യാ ശ്രമം നടത്തി. പരൂർ മൂർക്കത്തൊടിയിൽ സജിനിയാണ് മരിച്ചത്. സജിനി വെസ്റ്റ് കൊടുമുണ്ട ഗവൺമെന്റ് ഹൈസ്കൂളിലെ UP വിഭാഗം അധ്യാപികയായിരുന്നു. അമ്മയുടെ മരണത്തിന് പിന്നാലെയാണ് സജിനിയുടെ മകളും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മകൾ പട്ടാമ്പി ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുടുംബ പ്രശ്നമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് നിഗമനം. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. വീടിനകത്ത് കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് 44-കാരിയായ സജിനിയെ കണ്ടെത്തിയത്. മകളാണ് അമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നാലെ ഇവരെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. ഇതിനുശേഷമാണ് അമിതമായി ഗുളികകൾ കഴിച്ച നിലയിൽ മകളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അമ്മയും മകളും തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടായിരുന്നുവെന്നാണ് വിവരം. അമ്മയുടെ മരണമുണ്ടാക്കിയ ആഘാതമാണ് മകളെയും ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നും പോലീസ് പറയുന്നു. സജിനിയുടെ ഭർത്താവ് പീതാംബരൻ മുൻ സൈനികനാണ്. CCTV ന്യൂസ് തൃത്താല. 9.5 കിലോ കഞ്ചാവുമായി തൃത്താല സ്വദേശികൾ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെ പിടിയിൽ. പാലക്കാട് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും പാലക്കാട് ടൗൺ നോർത്ത് പോലീസും നടത്തിയ പരിശോധനയിലാണ് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് 9.5 കിലോ കഞ്ചാവുമായി തൃത്താല സ്വദേശികളെ പിടികൂടിയത്. തൃത്താല പടിഞ്ഞാറങ്ങാടി നാലകത്ത് വീട്ടിൽ 28 വയസ്സുകാരനായ ആഷിഖ്, തൃത്താല തച്ചറക്കുന്ന് കീഴത്ത് വീട്ടിൽ 30 വയസ്സുകാരനായ മനോജ് എന്നിവരെയാണ് പിടികൂടിയത്. വിശാഖപട്ടണത്തിൽ നിന്നുമാണ് ട്രെയിൻ മാർഗം ലഹരി മരുന്ന് ഇവർ എത്തിച്ചത്. ട്രെയിൻ മാർഗമുള്ള ലഹരിക്കടത്ത് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പരിശോധനയ്ക്കിടെയാണ് ഇവരെ പിടികൂടാനായത്. ലഹരി മരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ചും ആർക്കു വേണ്ടിയാണ് കഞ്ചാവ് എത്തിച്ചതെന്നും അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. ASP അശ്വതി ജിജി, ജില്ലാ നാർക്കോട്ടിക് സെൽ DYSP അബ്ദുൾ മുനീർ എന്നിവരുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ അരിസോട്ടിലും സംഘവുമാണ് പരിശോധന നടത്തിയത്. പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് സബ് ഇൻസ്പെക്ടർ H ഹർഷാദ് സംഘത്തിലുണ്ടായിരുന്നു. 56 ദിവസം പ്രായമായ കൈക്കുഞ്ഞിനെ തനിച്ചാക്കി അമ്മ വാടക വീട്ടിൽ തൂങ്ങി മരിച്ചു. പടിഞ്ഞാറങ്ങാടി കല്ലടത്തൂർ വരവൂട്ടുപറമ്പിൽ ഐശ്വര്യയാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. തൃത്താല കോടനാട് വാടക വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. ഭർത്താവുമായി ഉണ്ടായ വഴക്കാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് നിഗമനം. കൈക്കുഞ്ഞിനെ സ്വന്തം അമ്മയുടെ കരച്ചിൽ മാറ്റാൻ ഏൽപ്പിച്ച ശേഷം യുവതി മുറിയിൽ കയറി വാതിലടച്ച് തൂങ്ങി മരിക്കുകയായിരുന്നു. 2.5 വയസ്സുള്ള മകൻ ഭർത്താവിനൊപ്പം പോയിരുന്നു. പട്ടാമ്പി തഹസിൽദാർ TP കിഷോർ, തൃത്താല SI VV വിമൽ, ASI രാമകൃഷ്ണൻ, ഫോറൻസിക് വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ വീട്ടിലെത്തി പരിശോധന നടത്തി. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റി. ദേശമംഗലത്ത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന ക്വാറിയിൽ നിന്ന് 8 ലോറിയും 1 JCBയും ചെറുതുരുത്തി പോലീസിന്റെ മിന്നൽ പരിശോധനയിൽ പിടിച്ചെടുത്തു. ചെറുതുരുത്തി SI ആനന്ദിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ദേശമംഗലം പല്ലൂർ വറവുട്ടൂർ ആയോട്ടുവീട്ടിൽ സിദ്ദിഖിന്റെ ലൈസൻസ് ഇല്ലാത്ത ക്വാറിയിൽ നിന്നാണ് ഇവ പിടികൂടിയത്. SI ബദ്രുദ്ദീൻ, CPOമാരായ നസീർ, രഞ്ജിത്ത്, ടിജോ എന്നിവരാണ് വാഹനങ്ങൾ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത്. പിടിച്ചെടുത്ത വാഹനങ്ങൾ ജിയോളജി വിഭാഗത്തിന് കൈമാറുമെന്ന് SI അറിയിച്ചു. കൂറ്റനാട്ടുകാരി ബർക്കത്ത് നിഷയുടെ ആഗ്രഹത്തിന് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന്റെ പച്ചക്കൊടി. ആനവണ്ടിയുടെ വളയം പിടിക്കണമെന്നും ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഫോട്ടോ എടുക്കണമെന്നുമുള്ള ബർക്കത്ത് നിഷയുടെ ആഗ്രഹമാണ് കഴിഞ്ഞ ദിവസം പൂവണിഞ്ഞത്. ഇരുചക്രവാഹനം മുതൽ ടാങ്കറിന്റെയും ടോറസിന്റെയും ഹസാർഡ്സ് വാഹനങ്ങളുടെയുമെല്ലാം വളയങ്ങൾ സ്വന്തം കൈവെള്ളയിലൊതുക്കിയ പെൺകരുത്തിന്റെ പ്രതീകമാണ് നാഗലശ്ശേരി പഞ്ചായത്തിലെ കിളിവാലൻ കുന്നുവളപ്പിൽ വീട്ടിൽ ബർക്കത്ത് നിഷ. ചെറുപ്രായത്തിൽ കൈവിട്ടുപോയ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് തിരികെ പിടിക്കാനുള്ള യാത്രക്കിടയിലാണ് ബർക്കത്തിന് KSRTC ബസ്സുകളോട് ഇഷ്ടം തോന്നുന്നത്.
KSRTC ബസ്സുകളോട് തോന്നിയ ഇഷ്ടമാണ് പിന്നീട് വലിയ വാഹനങ്ങൾ ഓടിക്കണമെന്ന ആഗ്രഹമായി വളർന്നത്. എപ്പോഴെങ്കിലും ആനവണ്ടിയുടെ വളയം പിടിക്കണമെന്ന ആഗ്രഹം അപ്പോഴും ബർക്കത്തിന്റെ മനസ്സിൽ കെടാതെ സൂക്ഷിച്ചു. റാസൽ ഖൈമയിൽ പ്രവർത്തിക്കുന്ന ചേതന സാംസ്കാരിക വേദിയുടെ 2023 വനിതാ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന വേദിയിൽ വെച്ച് കേരള നോളജ് എക്കണോമി മിഷൻ ഡയറക്ടറും എഴുത്തുകാരിയുമായ PS ശ്രീകലയെ പരിചയപ്പെട്ടതാണ് ആഗ്രഹ സാഫല്യത്തിന് വഴിയൊരുക്കിയത്. സംസാരത്തിനിടയിൽ തന്റെ വലിയ ആഗ്രഹം ബർക്കത്ത് നിഷ ഇവരോട് പങ്കുവച്ചു. തുടർന്ന് KSRTCയുടെ ഡ്രൈവിംഗ് സീറ്റിലിരുന്നൊരു ഫോട്ടോയെടുക്കാൻ അനുവദിക്കണമെന്ന് കാണിച്ച് മന്ത്രി KB ഗണേഷ് കുമാറിന് അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന കാര്യവും അറിയിച്ചു. നോക്കാമെന്ന ഇവരുടെ മറുപടിയിൽ പ്രതീക്ഷ അർപ്പിച്ച് നിഷ കാത്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ബർക്കത്തിനെ തേടി ആ സന്തോഷ വാർത്ത എത്തുന്നത്. തൃശൂർ ഡിപ്പോയിലെത്തി ആനവണ്ടിയിൽ കയറി ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഫോട്ടോ എടുത്തോളൂ എന്ന ഗതാഗത മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അനിൽകുമാറിന്റെ സന്ദേശമാണ് ബർക്കത്ത് നിഷയ്ക്ക് ലഭിച്ചത്. തുടർന്ന് ജൂൺ 3 തൃശൂർ ഡിപ്പോയിലെത്തി. ഡിപ്പോയിലെ ATO ഉബൈദ്, എഞ്ചിനീയർ സഞ്ജയ്, ഇൻസ്പെക്ടർ രാജ്മോഹൻ എന്നിവരുടെ പിന്തുണയിൽ ആനവണ്ടിയിൽ കയറി ഡ്രൈവിംഗ് സീറ്റിലിരുന്നും ഇഷ്ടം പോലെ ഫോട്ടോ എടുത്തും ആഗ്രഹം സഫലീകരിച്ചു. എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ KSRTC ബസ് കാരണം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു ഡ്രൈവർ എന്നൊരു ആശയം ചിന്തിച്ചതും തുടങ്ങിയതല്ല KSRTC ബസ്സിൽ നിന്നാണ്. എൻ്റെ ലൈഫിൽ വലിയൊരു മാറ്റം തന്നെ KSRTC ബസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു KSRTC ബസ്സിൽ ഡ്രൈവർ സീറ്റിലിരുന്ന് ഒരു ഫോട്ടോ എടുക്കണം, ഒന്ന് ഓടിക്കണം. അതുപോലെ അതിൽ ജോലി ചെയ്യാന്നുള്ളത് ഒരുപാട് കടമ്പകളുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നടക്കില്ല. എന്നാൽ എൻ്റെ ആഗ്രഹത്തിന് സപ്പോർട്ട് ചെയ്ത ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ സാറിനും അതുപോലെ തൃശ്ശൂർ ഡിപ്പോയിലെ സാറുമാരും പിന്നെ ശ്രീകല ടീച്ചർ ഇവരെല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രത്യേകമായിട്ട് എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട് ഗണേഷ് കുമാർ സാറിൻ്റെ അടുത്താണ്. ദുബായിൽ മിഡ് ഏഷ്യ ബൾക്ക് പെട്രോളിയം കമ്പനിയിലാണ് ട്രക്ക് ഡ്രൈവറായി നിഷ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അവധിക്കായി നാട്ടിലെത്തിയ ബർക്കത്ത് അടുത്ത മാസം ദുബായിലെ ജോലിസ്ഥലത്തേക്ക് മടങ്ങും. കപ്പലുകളിലേക്ക് ഇന്ധനം നിറയ്ക്കുന്ന 60,000 ലിറ്റർ കപ്പാസിറ്റിയുള്ള 18 ചക്രങ്ങളുള്ള ട്രക്കാണ് ഇവർ ഇപ്പോൾ ഓടിക്കുന്നത്. PSC പരീക്ഷകൾ എഴുതി ഫലം കാത്തിരിക്കുന്ന ബർക്കത്ത് നിഷ ഇവിടെ ജോലി ലഭിച്ചാൽ പ്രവാസ ജീവിതം അവസാനിപ്പിക്കും. മകൾക്കും ഉമ്മയ്ക്കുമൊപ്പം നാട്ടിൽ നിൽക്കണമെന്നാണ് ഏതൊരു പ്രവാസിയുടേതും പോലെ ബർക്കത്ത് നിഷയുടെയും ആഗ്രഹം. CCTV ന്യൂസ് തൃത്താല. വല്ലപ്പുഴയിൽ കൃഷിഭവന്റെ സഹകരണത്തോടെ വിദ്യാലയങ്ങളിലും സ്ഥാപനങ്ങളിലും പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. ചുരക്കോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ കൃഷി ഇറക്കിക്കൊണ്ടായിരുന്നു പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റും പച്ചക്കറിത്തോട്ടം നിർമ്മിക്കുന്ന പദ്ധതിയുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വല്ലപ്പുഴ ചൂരക്കോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ പച്ചക്കറിത്തോട്ടത്തിന് തുടക്കം കുറിച്ചു. 30 സെന്റ് സ്ഥലത്താണ് ഇവിടെ പച്ചക്കറിത്തോട്ടം നിർമ്മിക്കുന്നത്. പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം വിത്തിട്ടുകൊണ്ട് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് നിർവഹിച്ചു. ഇവിടെ എടുത്തിരിക്കുന്നത് വിദ്യാർത്ഥികളിൽ ഇത്തരത്തിലൊരു പ്രവണത വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി പുതിയ തലമുറ ഏതൊക്കെ രീതിയിലാണ് പ്രകൃതിയോട് ഇണങ്ങി അതുപോലെ തന്നെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയും കൃഷിയെ സ്നേഹിക്കുന്നതിനു വേണ്ടിയും അത്തരം മേഖലകളിലേക്ക് താല്പര്യം ജനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് ടീച്ചറുടെയും അതുപോലെ തന്നെ കൃഷി ഉദ്യോഗസ്ഥരുടെയൊക്കെ നേതൃത്വത്തിൽ ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ ഇവിടെ ഏകദേശം 30 സെന്റോളം ഭൂമി AK അബ്ബാസ് എന്ന് പറയുന്ന ചൂരക്കോട് സ്വദേശിയുടെ ഭൂമിയിൽ തന്നെ നമ്മുടെ ചൂരക്കോട്ടെ സ്കൂളായിട്ടുള്ള ഗവൺമെൻറ് ഹൈസ്കൂളായിട്ടുള്ള സ്കൂളിലെ വിദ്യാർത്ഥികളെ വെച്ച് നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യാൻ വേണ്ടി ആരംഭിച്ചിരിക്കുകയാണ്. എന്നതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. എന്തായാലും നല്ലൊരു തുടക്കമാകട്ടെ, വിദ്യാർത്ഥികൾക്ക് നല്ലൊരു അനുഭവമാകട്ടെ, പുതിയ തലമുറകൾ വീണ്ടും നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ എന്നുള്ളത് കൂടിയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഈ ഒരു പരിപാടി കൂടെ എല്ലാവരും ഏറ്റെടുക്കണം. ഈ ഒരു ലോക പരിസ്ഥിതി ദിനത്തിൽ കൂടുതൽ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടും പ്രകൃതിയോട് തൊട്ടിണങ്ങിയിട്ടുള്ള പരിപാടികളെ നമുക്ക് തുടർച്ച എടുക്കാൻ വേണ്ടി നമ്മൾ ഇത്തരം ഒരു ദിവസം മാത്രമല്ല കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം സാലിമ സിദ്ദീഖ് അധ്യക്ഷയായിരുന്നു. കൃഷി ഓഫീസർ ദീപ, AK അബ്ബാസ്, അധ്യാപിക സന്ധ്യ, ഷീല, മറ്റു അധ്യാപകർ, കർഷക പ്രതിനിധികൾ, ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. തൃത്താല ബ്ലോക്ക് തല പരിസ്ഥിതി ദിനാചരണം നാഗലശ്ശേരി പഞ്ചായത്തിലെ അഷ്ടാംഗം ആയുർവേദ മെഡിക്കൽ കോളേജ് വിദ്യാപീഠത്തിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റെജീന ഉദ്ഘാടനം ചെയ്തു. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഹരിത കേരള മിഷൻ ബ്ലോക്ക് RP നീരജ രാമദാസ് സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർ ഷാഹിന റിയാസ് ആശംസ നേർന്ന് സംസാരിച്ചു. 2 പരിസ്ഥിതി പ്രവർത്തകർ ഉൾപ്പെടെ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും മറ്റ് ഉദ്യോഗസ്ഥരുമായി 70ഓളം പേർ പങ്കെടുത്തു. പുതിയതായി ആരംഭിക്കുന്ന പച്ചത്തുരുത്തിനായി തൈകൾ നടുകയും ചെയ്തു. ഇടവേള.
CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പൂവും പൂമ്പാറ്റയും ജനകീയ സ്നേഹ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഉപരിപഠനത്തിന് അർഹരായ വിദ്യാർത്ഥികളെ അനുമോദിക്കലും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തി. കോതച്ചിറ ആത്രശ്ശേരി കൈവല്യ മാളിക ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അരീക്കര വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ഡോക്ടർ പി ധന്യശ്രീ ഉദ്ഘാടനം നിർവഹിച്ചു. തൃത്താല റേഞ്ച് എക്സൈസ് വിമുക്തി കോർഡിനേറ്റർ VP മഹേഷ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ആത്രശ്ശേരിയിലെ തിലകം കെ വാരിയർ വിദ്യാർത്ഥികളെ ആദരിച്ചു. സെക്രട്ടറി രതീഷ് MP, ജിയ BJ, ശശികുമാർ, യൂസഫ്, വിശ്വനാഥൻ, KV ജമാൽ, സജീവ്, K സോമൻ, ഹരി തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻഡോവ്മെന്റ് വിതരണവും പരിസ്ഥിതി ദിനാചരണവും വിവിധ പരിപാടികളോടെ നടത്തി. പരിസ്ഥിതി ദിന സന്ദേശ റാലിയും ഉണ്ടായിരുന്നു. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിസ്ഥിതി ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചത്. പരിസ്ഥിതി ദിന റാലിയും ഉണ്ടായിരുന്നു. നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി, നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി. തുടർന്ന് പ്രമീല ടീച്ചർ എൻഡോമെന്റ് വിതരണവും നടന്നു. SLC പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ 3 വിദ്യാർത്ഥികൾക്കാണ് എൻഡോമെന്റ് സമ്മാനിച്ചത്. PTA പ്രസിഡന്റ് PP വിനോദ് കുമാർ അധ്യക്ഷനായിരുന്നു. KP ബാബുരാജ് പരിസ്ഥിതി സന്ദേശം കൈമാറി. PTA SMC അംഗങ്ങളും അധ്യാപകരും ചേർന്ന് ക്യാമ്പസ് പൂങ്കാവനം പദ്ധതിക്കും തുടക്കം കുറിച്ചു. കുടുംബിനി മാനേജിംഗ് ഡയറക്ടർ EP അക്ബർ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ SMC അംഗം NP ഷാഹുൽ ഹമീദ്, പ്രധാനാധ്യാപിക KT ജലജ, P അബ്ദുൽ നാസർ, CV ദിനേശ്, C ഷീന, P പ്രീജ, ഹരിത, മേരി ലാജി, റീനോരാജ്, T രാജീവ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. VHSC NSS വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മുളത്തൈ നടിയിലും ഉണ്ടായിരുന്നു. PV രതീഷ്, K മനോജ്, T ഷാജി എന്നിവർ നേതൃത്വം നൽകി. പരിസ്ഥിതി ദിന റാലിയിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, JRC തുടങ്ങിയ ക്ലബ് അംഗങ്ങളും പങ്കെടുത്തു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വരവൂർ മഹാത്മാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ബലവൃക്ഷ തൈകളുടെ വിതരണവും SSLC +2 പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെ ആദരിക്കലും സംഘടിപ്പിച്ചു. ക്ലബ്ബ് രക്ഷാധികാരി KP പ്രഭാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് രതി മോഹൻ അധ്യക്ഷത വഹിച്ചു. ക്ലബിന്റെ മുതിർന്ന അംഗങ്ങൾ വിജയലക്ഷ്മി, മാധവി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി MM മിഥുൻ സ്വാഗതവും KS ഭക്തവത്സലൻ നന്ദിയും പറഞ്ഞു. കൂറ്റനാട് ആലിക്കര ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. സ്വദർ മുഅല്ലിം ഇർഷാദ് വാഫി പരിസ്ഥിതി ദിന സന്ദേശം നൽകി. മഹല്ല് ഖത്തീബ് മുഹമ്മദ് സദി, ഹൈദ്രസ് ഹനീഫ മുസ്ലിയാർ, മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, മിത്ലാജ് മുസ്ലിയാർ, മുഹമ്മദ് ഫാരിസ്, മുഹമ്മദ് ഷെബിൽ എന്നിവർ പങ്കെടുത്തു. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.